ഇവര് രണ്ടാളും കൂടി കമ്പനി സ്റ്റഡി ആയിരുന്നു. ഓൻ പഠിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അല്ല എന്താ പരിപാടി എന്ന് ചോദിച്ചു. ആരാപ്പ പോയെ? ആ നിങ്ങൾക്ക് അറിയില്ല? ഓനറിയില്ല? നമ്മളെ അനിയന്റെ കമ്പനിക്കാരനാ. അനിയന് പ്ലസ് ടു അല്ലേ ആ പഠിക്കണേ? പ്ലസ് ടുലാണ് അവന്. ഓനെ ഇവര് രണ്ടാളും കൂടി കമ്പനി സ്റ്റഡി ആയിരുന്നു. ഓൻ പഠിക്കാൻ വേണ്ടി വന്നതാണ് കേട്ട്. അപ്പൊ എന്നിട്ടെന്തായി? ഞാനിവിടെ വന്നപ്പോ അവന്റെ കയ്യിൽ ബുക്കൊന്നും കാണില്ല. അല്ല എന്താ പരിപാടി എന്ന് ചോദിച്ചു. നമ്മള് പഠിക്കാൻ വേണ്ടി വന്നാണ്, ഞാൻ കമ്പനി സ്റ്റഡിക്ക് വന്നാണ്. ബുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ അപ്പൊ? എടുക്കാന്ന് അറിഞ്ഞ് പോയതാണ്. ഞാൻ പോയ വണ്ടി ഇങ്ങോട്ട് വരൂല. അപ്പോക്ക് പോയിക്കണ്. കമ്പനി സ്റ്റഡിന്റെ പേരില് പല വിഷയങ്ങളാണ് ഇപ്പൊ. ചങ്ങാതിമാര് വീട്ടിലേക്ക് വരും പുസ്തകം കമ്പനി സ്റ്റഡി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പുസ്തകം ഉണ്ടോ ബാഗ് ഉണ്ടോ ഒന്നും അറിയില്ല. അവര് കയറിയിട്ട് ഇരിക്കും, കുറച്ചേരം വർത്താനം പറയും, ഇരുന്ന് പോണാണ്. കമ്പനി സ്റ്റഡി നടത്തി നന്നായിട്ട് പഠിക്കുന്ന കൂട്ടുകാരുണ്ട് കേട്ടോ. കുട്ടികളുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അതായത് അറിയുന്ന ആൾക്കാര് അറിയാത്ത ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് ഇതിൽ പരിഗണിക്കണം. പക്ഷെ ഇങ്ങനെ കമ്പനി സ്റ്റഡി എന്ന് പറഞ്ഞ വീട്ടിൽ നിന്നും ബൈക്ക് എടുത്ത് ഇറങ്ങുമ്പോ എങ്ങോട്ടാണ്, എന്താണ്, പുസ്തകം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ച് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മുടെ സമയത്തെ കൊല്ലുന്ന ഇത്തരം ചങ്ങായിമാരുണ്ടെങ്കിൽ നമ്മള് ചങ്ങായിമാരും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം.